ഗുഡ് മോർണിംഗ്. ഇന്ന് ഗാങ്ടോക്കിൽ ഡേ 4 ആണ്. അപ്പോൾ ഇന്ന് പെട്ടികളൊക്കെ പാക്ക് ചെയ്യാണ്. ഗാങ്ടോക്കിനോട് ടാറ്റ ബൈ ബൈ. പോകുന്ന സ്ഥലം നേപ്പാൾ. അങ്ങനെ സ്റ്റാർട്ട് ചെയ്തു. കുന്നും കാടും മലകളും ഒക്കെ കടന്ന് ഫൈനലി ഞങ്ങൾ നേപ്പാളിലെത്തി. ഇതൊരു ബോർഡർ ആയതുകൊണ്ട് ചെറിയ ചെറിയ സെക്യൂരിറ്റി ചെക്ക് ഒക്കെ ഉണ്ടായിരുന്നു. നേപ്പാളിൽ വേറെ ഗൈഡായിരുന്നു. ആള് പറഞ്ഞു അവിടെ ഒരു ബുദ്ധയുടെ പ്രതിമയുണ്ട് അത്രേ. അവിടെ കുറച്ചും കൂടി ഉയരത്തിൽ പോയാലാണ് ആ പ്രതിമ കാണാം. ഇപ്പോൾ ഉയരമൊന്നും ഞങ്ങൾക്കൊരു വിഷയമേ അല്ല. കിതച്ചിട്ടാണെങ്കിലും ഞാൻ മുകളിലേക്ക് കയറി. ഉഫ്, സൂപ്പർ വ്യൂ ആയിരുന്നു കേട്ടോ. മൂടിക്കെട്ടിയ മഞ്ഞും അതിൻ്റെ ഇടയിൽ ആ സ്റ്റാച്ചു, നല്ല ഭംഗിയുള്ള ഒരു ഹ്യൂജ് സ്റ്റാച്ചു. നേപ്പാളിൽ സൺഡേ ആണത്രേ ഫസ്റ്റ് വർക്കിംഗ് ഡേ. പിന്നെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം എന്താണെന്നോ, അവരുടെ ക്ലെൻലിനെസ്. ഇതുപോലെ ഗ്രീൻ കളർ ഡസ്റ്റ്ബിൻ മുക്കിലും മൂലയിലും കാണാട്ടോ. ക്ലീൻ ആക്കിയില്ലെങ്കിൽ ഫൈനാണത്രേ. അതുകൊണ്ട് അവിടുത്തെ ഷോപ്സ് ആയാലും സ്ട്രീറ്റ്സ് ആയാലും നല്ല നീറ്റായിരുന്നു. അവിടെ എല്ലാവരും പ്രാർത്ഥിക്കുന്ന ഒരു അമ്പലമാണ് കേട്ടോ അത്, പശുപതി ടെമ്പിൾ. ഒരു വീട് പോലെ തോന്നും നമുക്ക് പുറത്തുനിന്ന് കണ്ട. ഇതായിരുന്നു ഞങ്ങളുടെ ഗൈഡ് ഉണ്ടായിരുന്നത്. അപ്പോൾ അദ്ദേഹത്തോടൊക്കെ യാത്ര പറഞ്ഞ് അവിടുത്തെ ഷോപ്സിലൊക്കെ കയറി. കടകളിലൊക്കെ ഈ ഹാൻഡ് മെയ്ഡ് ബാഗ്സും പിന്നെ ചെറിയ ചെറിയ മിനിയേച്ചർ ഷോ പീസസും അവിടെ കാണാം. ഇനി ഡാർജിലിങ്ങിലാണ് പോകുന്നത്. വൈകുന്നേരമായി ഇപ്പോൾ തന്നെ. ഏതാണ്ട് ഒരു 3-3.5 മണിക്കൂർ എടുക്കും ഡാർജിലിങ്ങിലെത്താൻ. സ്റ്റെർലിംഗ് റിസോർട്ട് തന്നെയായിരുന്നു ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. റൂംസൊക്കെ നല്ല സ്പേഷ്യസ് ആയിരുന്നു. രാത്രിയായി. ഇനി ഒന്നിനും വയ്യ. അപ്പോൾ ഇനി നാളെ കാണാം.